അടുത്ത ദിവസം നോക്കിയേ. 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്രയെന്നാണ് ചോദ്യം. ഇത് നമുക്ക് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് അല്ലെ. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്നത്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് അല്ലേ പിള്ളേരെ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടന വന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ നേട്ടി കഴിഞ്ഞാല് പെട്ടെന്ന് പറയണേ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പുനഃസംഘടന? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഭാഷാ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു പോണേ. ഭാഷാടിസ്ഥാനത്തിലാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി 1953 നിയമിക്കപ്പെടുന്നു. 1953 ഒരു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ ഒരു കമ്മിറ്റി രൂപം കൊള്ളുന്നു. അതിനെയാണ് നമ്മൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മിറ്റി അല്ലെങ്കിൽ ഫസൽ അലി കമ്മിറ്റി എന്ന് പറയുന്നത്. 3 അംഗങ്ങളുണ്ട്. ഒന്ന് ഫസൽ അലി, രണ്ടാമത്തെ ആള് HN കുൻസ്രു ആണ് രണ്ടാമത്തെ ആള്. ഓക്കെ, മൂന്നാമത്തെ ആള് മലയാളിയായിട്ടുള്ള സർദാർ KM പണിക്കരാണ് മൂന്നാമത്തെ ആള്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇവർ ഈ കമ്മിറ്റി 1955 റിപ്പോർട്ട് വെക്കുന്നു. 56 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് അല്ലെ. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് എപ്പോഴാ കുട്ടികളെ? അത് 56 ഓക്കെ, എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 7ാമത്തെ ഭേദഗതിയിലൂടെയാണ് ഈ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത്. 7ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. ഏതൊക്കെ ആർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം നടപ്പിലാക്കിയത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതൊക്കെ ആർട്ടിക്കിളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാന പുനഃസംഘടനാ നിയമം നടപ്പിലാക്കിയത്? ആർക്ക് പറയാം? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി വരുന്നത് ഏതൊക്കെ ആർട്ടിക്കിൾസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മുതൽ 4 വരെയാണ്. അതിൽ 3, 4 ആർട്ടിക്കിളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് 3, 4 എന്നീ ആർട്ടിക്കിളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം നടപ്പിലാക്കിയത്. UPSC ചോദ്യമാണ് കേട്ടോ. ഏതൊക്കെ ആർട്ടിക്കിളുകൾ ഉപയോഗിച്ചിട്ടാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം അല്ലെങ്കിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നടപ്പിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3, 4 ആർട്ടിക്കിളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. 3ാമത്തെയും 4ാമത്തെയും ആർട്ടിക്കിളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. ശരി, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാൻ പിള്ളേരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതൊരു ഈസി കാര്യമാണ്. കാരണം നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്യുന്നതാണ്, നമുക്ക് സ്ഥിരം ചോദ്യം വരുന്നതുമാണ്. ഓക്കെ, ഭാഷാ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പുനഃസംഘടന നടപ്പിലാക്കിയത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനയ്ക്ക് വേണ്ടിയിട്ട് 1953 നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മിറ്റി അല്ലെങ്കിൽ ഫസൽ അലി കമ്മിറ്റി. ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ എത്ര പേരെന്ന് കേട്ടാൽ 3 പേരാണ് അംഗങ്ങൾ. ഒന്ന് ഫസൽ അലി, അദ്ദേഹമാണ് ചെയർമാൻ. ഫസൽ അലിയാണ് ചെയർമാൻ. രണ്ടാമത്തെ ആൾ ആരാണ്? HN കുൻസ്രു ആണ്. ഹൃദയനാഥ് കുൻസ്രു എന്നാണ് മുഴുവൻ പേര്. മൂന്നാമത്തെ ആൾ സർദാർ KM പണിക്കരാണ്. അദ്ദേഹമാണ് ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മലയാളി. 1955 കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നു. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നു. 7ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതൊക്കെ ആർട്ടിക്കിളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് സംസ്ഥാന പുനഃസംഘടനാ നിയമം നടപ്പിലാക്കിയതെന്ന് കേട്ട് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 3, 4 എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത്. പിള്ളേരെ മനസ്സിലായോ? മനസ്സിലായല്ലോ. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് 14 സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടുന്ന 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്തു? നിലവിൽ വന്നു. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ആ നിയമപ്രകാരം നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്തു? പുനഃസംഘടിക്കപ്പെട്ടു. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചതാരാണ്? പിള്ളേരെ, കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചത്. ഓക്കെ, ഇദ്ദേഹം നിങ്ങൾക്ക് ചോദിക്കും. കാരണം 2025 ഇദ്ദേഹത്തിന്റെ 200ാമത്തെ ജന്മവാർഷികമാണ്.
200ാമത്തെ ജന്മവാർഷികം മാത്രമല്ല 151ാമത്തെ ചരമവാർഷികമാണ് അല്ലെ, 151 അല്ലേ. 200ാമത്തെ ജന്മവാർഷികവും 151ാമത്തെ ചരമവാർഷികവുമാണ്. 200ാമത്തെ ജന്മവാർഷികവും 151ാമത്തെ ചരമവാർഷികവുമാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നിങ്ങൾ പഠിച്ചോണം കേട്ടോ. കറണ്ട് അഫയേഴ്സ് നമുക്കിനിപ്പോ മെയ് മാസത്തിൽ പരീക്ഷകൾ ആരംഭിച്ചു. കറണ്ട് അഫയേഴ്സിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത്. നന്നായിട്ട് കറണ്ട് അഫയേഴ്സ് ഇനിയുള്ള സമയം നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ കൂടുതലെങ്കിലും കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രം മാറ്റി വെക്കണം. നന്നായിട്ട് പഠിച്ചു പോക്കോണം. ഓക്കെ, മാർച്ച് വരെ നോക്കിയാൽ പോരാ, മെയ് വരെ ആണെങ്കിൽ ഒരു മെയ് 10-15 വരെയുള്ളെങ്കിലും, അതായത് ഒരു മെയ് വരെയെങ്കിലും, ഏപ്രിൽ 10 വരെയുള്ളെങ്കിലും നിങ്ങൾ നോക്കിയിരിക്കണം മിനിമം. മനസ്സിലായില്ലേ? കേട്ടോ, ഏപ്രിൽ വരെയുള്ളത് അത് മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ 10-ാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സ് എങ്കിലും ഒന്ന് നോക്കിയിരിക്കണം കേട്ടോ. ഓക്കെ, SCERT ചാപ്റ്റേഴ്സ് മാറിയിട്ടുണ്ട്. SCERT 10ാം ക്ലാസ് മാറി, നിങ്ങൾ അറിഞ്ഞായിരുന്നു? SCERT 10ാം ക്ലാസ് മാറിയായിരുന്നു. 10ാം ക്ലാസ് മാറി SCERT. ഓക്കെ, അപ്പൊ അതിൽ കുറച്ച് പോർഷൻസിലൊക്കെ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നോക്കാറുണ്ട്. പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. മറ്റതൊക്കെ ചിലപ്പോൾ അറേഞ്ച്മെന്റ് അങ്ങോട്ട് മാറിയിരിക്കുന്നതായിരിക്കും. പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന എന്തായാലും നമുക്ക് പഠിക്കണം. ഓക്കെ, ശരി. അപ്പൊ ഇത് നോക്കാം. വളരെ കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചത് ആര് എന്നിട്ടുള്ള ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ച് നിങ്ങളത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും അദ്ദേഹത്തെ കുറിച്ച്? കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് അല്ലെ. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയാണ്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് ആര്? രക്തസാക്ഷിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അല്ലേ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സുകൾ ഉണ്ടുതരാം. അതായത് കഥകളി അഭ്യസിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ, അതായത് ബ്രാഹ്മണനല്ലാതെ കഥകളി അഭ്യസിച്ച ആദ്യത്തെ വ്യക്തിയാണ്. മനസ്സിലായി? ബ്രാഹ്മണനല്ലാതെ കഥകളി അഭ്യസിച്ച ആദ്യത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം സ്ഥാപിച്ച 2 ക്ഷേത്രങ്ങളുണ്ട്. ആ 2 ക്ഷേത്രങ്ങൾ, ഒന്ന് മംഗലത്ത് ക്ഷേത്രം കേട്ടോ. ഇതെല്ലാം പ്രീവിയസ് ചോദ്യമാണ്, ഡിഗ്രി ലെവലിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. മംഗലത്ത് ക്ഷേത്രം സ്ഥാപിച്ച നവോത്ഥാന നായകൻ, മംഗലത്ത് ക്ഷേത്രം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാല് അത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. 1854. പിന്നെ ചെറുവരണം ക്ഷേത്രം സ്ഥാപിച്ചത് 1855. ഈ 2 ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചതും ആര് തന്നെയാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അദ്ദേഹത്തിന്റെ 200ാം ജന്മവാർഷികം ഈ വർഷമായതുകൊണ്ട് തന്നെ ഈ വർഷം നടക്കുന്ന പരീക്ഷകളിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം നിങ്ങൾ. ഓക്കെ, ഇനി ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മംഗലം വേലായുധ പെരുമാൾ. എന്താ പിള്ളേരെ? മംഗലം വേലായുധ പെരുമാൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മംഗലം വേലായുധ പെരുമാൾ എന്നറിയപ്പെടുന്നത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഇദ്ദേഹത്തെയാണ്. ഓക്കെ, മംഗലം വേലായുധ പെരുമാൾ എന്നറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹത്തെയാണ്. ഓക്കെ, ക്ലിയർ ആണ്? പിള്ളേർ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണേ. നമ്മൾ പറഞ്ഞത്, നമ്മുടെ ചോദ്യം ഇതായിരുന്നു: കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചതാര്? അത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അദ്ദേഹത്തിന്റെ 200ാം ജന്മവാർഷികവും 151ാം ചരമവാർഷികവും 2025 കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി, കഥകളി അഭ്യസിക്കുന്ന ആദ്യത്തെ അബ്രാഹ്മണൻ, അതുപോലെ തന്നെ 1854 മംഗളത്ത് ക്ഷേത്രം പണിയിപ്പിച്ച വ്യക്തി, 1855 ചെറുവരണം ക്ഷേത്രം പണിയിപ്പിച്ച വ്യക്തി, മംഗലം വേലായുധ പെരുമാൾ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി. ഇതെല്ലാം ആരാണ്? ഇതെല്ലാം ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ഇദ്ദേഹം. ഓക്കെ, അടുത്ത ചോദ്യം: ഭൂമധ്യ രേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ ഏതെല്ലാം? നമ്മളത് റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചേ ഉള്ളൂ. മാർച്ച് 21 സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കും. അതുപോലെ തന്നെ സെപ്റ്റംബർ 23 സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കും. അപ്പം ആൻസർ ഏത് വരും പിള്ളേരെ? ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 3. ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 3. ഓക്കെ, ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ. പിള്ളേരെ പെട്ടെന്ന് പറഞ്ഞോണേ. നമ്മൾ പഠിച്ചതിനെ റിവിഷൻ ചെയ്ത് പോകുന്നത് നോക്കിക്കോ. അതായത് മാർച്ച് 21 സൂര്യൻ എവിടെയാണ്? മാർച്ച് 21 സൂര്യൻ ഭൂമധ്യരേഖയിലാണ്. മാർച്ച് 21 ഭൂമധ്യരേഖയിലാണ്. അതിനുശേഷം സൂര്യൻ എങ്ങോട്ട് സഞ്ചരിക്കും പിള്ളേരെ?
സൂര്യൻ ഉത്തരായന അല്ലെങ്കിൽ വടക്കോട്ട് സഞ്ചരിച്ചിട്ട് ഏത് ഡേറ്റില്? ജൂൺ 21 എവിടെ എത്തുന്നു സൂര്യൻ? ജൂൺ 21 സൂര്യൻ എവിടെ എത്തുന്നു? ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ. അപ്പൊ സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്ന തീയതി ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ജൂൺ 21 ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലാണ്. അതിനുശേഷം സൂര്യൻ വീണ്ടും എന്ത് ചെയ്യുന്നു? അതിനുശേഷം വീണ്ടും സൂര്യൻ താഴേക്ക് സഞ്ചരിച്ചിട്ട് വീണ്ടും ഭൂമധ്യരേഖയിൽ വരുന്നു. എപ്പോഴാ? സെപ്റ്റംബർ 23 സൂര്യൻ വീണ്ടും ഭൂമധ്യരേഖയിലാണ്. സെപ്റ്റംബർ 23 സൂര്യൻ ഭൂമധ്യരേഖയിലാണ്. അതിനുശേഷം സൂര്യൻ എന്ത് ചെയ്യുന്നു? അതിനുശേഷം സൂര്യൻ ദക്ഷിണായന രേഖയിലേക്ക് സഞ്ചരിച്ചിട്ട് ഡിസംബർ മാസം 22 സൂര്യൻ എവിടെ എത്തുന്നു? കുട്ടികളെ? ദക്ഷിണായന രേഖയിൽ എത്തുന്നു. നമ്മൾ സൂര്യന്റെ ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ 4 ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം സൂര്യൻ വീണ്ടും എന്ത് ചെയ്യുന്നു? വടക്കോട്ട് സഞ്ചരിച്ചിട്ട് മാർച്ച് 21 വീണ്ടും എവിടെ എത്തുന്നു? ഭൂമധ്യരേഖ. മാർച്ച് 21 വടക്കോട്ട് സഞ്ചരിച്ചിട്ട് ജൂൺ 21 ഉത്തരായന രേഖയിൽ നിന്നും ജൂൺ 21 തെക്കോട്ട് സഞ്ചരിച്ചിട്ട് സെപ്റ്റംബർ 23 വീണ്ടും ഭൂമധ്യരേഖയിൽ നിന്നും തെക്കോട്ട് സഞ്ചരിച്ച് ഡിസംബർ 22 ദക്ഷിണ. അപ്പൊ ഈ സൈക്കിൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടെ നോക്കിക്കോ പിള്ളേരെ. എന്നിട്ട് ഒരാൾ എനിക്കിപ്പോ പറഞ്ഞു തരണം ഈ 4 ഡേറ്റും പ്രത്യേകതകളും. മാർച്ച് 21 സൂര്യൻ ഭൂമധ്യരേഖയില്. അതിനുശേഷം സൂര്യൻ വടക്കോട്ട് സഞ്ചരിച്ചിട്ട് ജൂൺ 21 ഉത്തരായന രേഖയിൽ എത്തുന്നു. അതിനുശേഷം സൂര്യൻ തെക്കോട്ട് സഞ്ചരിച്ചിട്ട് സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയിൽ എത്തുന്നു. അതിനുശേഷം വീണ്ടും തെക്കോട്ട് സഞ്ചരിക്കുന്ന സൂര്യൻ ഡിസംബർ 22 ദക്ഷിണായന രേഖയിലും ഡിസംബർ 22 ശേഷം വീണ്ടും വടക്കോട്ട് സഞ്ചരിച്ച് മാർച്ച് 21 ഭൂമധ്യരേഖയിൽ എത്തുകയും ചെയ്യുന്നു. ഇതാണ് സൂര്യന്റെ ചലനത്തിലെ പ്രധാനപ്പെട്ട 4 ഡേറ്റുകൾ എന്ന് പറയുന്നത്. മാർച്ച് 21, സെപ്റ്റംബർ 23, ജൂൺ 21, അതുപോലെ ഡിസംബർ 22. ഓക്കെ, ആ ഒരു യാത്ര ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം പഠിക്കാം. ആരാ ആ യാത്ര എന്ന് പറയാൻ പറ്റുന്ന ആള്? ആർക്കാ പറയാൻ പറ്റുന്നേ? സൂര്യന്റെ യാത്ര ആരാ പറയുന്നേ? ഏത് സൂര്യൻ? എന്തോന്ന് യാത്ര? നേരത്തെ പറയാത്ത പിങ്കി മൈക്കണായി പറഞ്ഞു. നേരത്തെ പറയാത്ത ആൾക്കാർ വന്നാൽ മതി. പറഞ്ഞ ആൾക്കാർ ഇനി വീണ്ടും വരണ്ട. ബാക്കിയുള്ളവർക്ക് എന്ത് നാട്ടില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. അതായത് മാർച്ച് 21 സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. അവിടുന്ന് വടക്കോട്ട് സഞ്ചരിക്കുന്നു. എന്നിട്ട് മാർച്ച് 21 അല്ല ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഉത്തരായന രേഖയിൽ നിന്ന് പിന്നെ തെക്കോട്ട് സഞ്ചരിച്ച് ഭൂമധ്യരേഖയിലെത്തുന്നു. സെപ്റ്റംബർ 23. അവിടുന്ന് വീണ്ടും സൗത്തിലോട്ട് സഞ്ചരിക്കുന്നു. ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. പിന്നെ വീണ്ടും വടക്കോട്ട് സഞ്ചരിച്ച് മാർച്ച് 21 വീണ്ടും ഭൂമധ്യരേഖയിലെത്തുന്നു. അവിടുന്ന് ജൂൺ 21 ആകുമ്പോൾ ഉത്തരായന രേഖയിലെത്തുന്നു. സൈക്ലിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്.